നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. ഡാ! അകലെ നിന്നും ഫൈസിയുടെ ശബ്ദം കേട്ട പോലെ തോന്നിയിട്ടാണ് തലകുനിച്ച് മുഖം കൈകൾ കൊണ്ട് പൊതിഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്റ്റി മുഖമുയർത്തി നോക്കിയത്. തോന്നിയതല്ല, സത്യമാണ്. തനിക്കരികിലേക്ക് ധൃതിയിൽ നടന്നു വരുന്നുണ്ടവൻ. ഹൃദയത്തിന് മുകളിൽ നിന്നും ഭാരമുള്ള എന്തോ എടുത്തു മാറ്റിയതുപോലൊരു സുഖം തോന്നി ക്രിസ്റ്റിക്ക് അവനെ കണ്ട ആ നിമിഷം. അവനെങ്ങനെ അറിഞ്ഞാവോ? ക്രിസ്റ്റി ചിന്തിച്ച് നിൽക്കുന്നതിനെ തന്നെ ഫൈസി അവനരികിൽ എത്തിയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ആദ്യം അവൻ ചോദിച്ചത് അതാണ്. കുറവുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു? അതവിടെ നിൽക്കട്ടെ, നിന്റെ ഫോൺ വീട്ടിലാണോ? വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഫൈസി അത് പറഞ്ഞു ക്രിസ്റ്റി ഷർട്ടിന്റെ പോക്കറ്റിൽ തടവി. അതിൽ ഫോണിൽ നിന്ന് കണ്ടതും അവന്റെ കൈകൾ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ വലിച്ചെടുത്തു. സൈലന്റ് മോഡാ, അതറിയാഞ്ഞത്. പറയുന്നതിനൊപ്പം അവനത് ഓൺ ചെയ്തു. ഒരുപാട് പേര് വിളിച്ചതിന്റെ പരിഭവം പറഞ്ഞു തീർക്കുന്ന പോലെ ഫോൺ ഉറക്കെ പ്രതികരിക്കാൻ തുടങ്ങി. മീര കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടല്ലോ. ആഗ്ലതയോടെ ക്രിസ്റ്റി ഫൈസിയെ നോക്കി. അവള് തിരികെത്താൻ വൈകും സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ ചെല്ലാൻ പറയുന്നതിന് വേണ്ടി വിളിച്ചതാ. അവന് നോട്ടം കണ്ടോ ഫൈസി പറഞ്ഞു. കർത്താവേ, വിളിച്ചിട്ട് കുറെ സമയമായല്ലോ. അവന്റെ ശബ്ദത്തിൽ വെപ്രാളമുണ്ടായിരുന്നു. പേടിക്കണ്ട, നിന്നെ വിളിച്ചിട്ട് കിട്ടായപ്പോൾ അവളെ എന്നെയും വിളിച്ചിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഫൈസി പറഞ്ഞു. അവന്റെ മുഖം തെളിഞ്ഞു. ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടതാ, പിന്നെ അത് മറന്നുപോയി. ക്രിസ്റ്റി പറഞ്ഞു കേട്ട് ഫൈസി തലയാട്ടി. മീരയൊന്ന് വിളിച്ചേക്ക്, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കണ്ണുരുട്ടി നിൽപ്പുണ്ട്. ഞാൻ ഏറ്റു വന്നാ നിന്റെ അരികിലെത്തിയിട്ട് നിന്നെ കൊണ്ട് വിളിപ്പിക്കാമെന്ന്. അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ഫൈസി പറഞ്ഞു. അവനെ നോക്കി ക്രിസ്റ്റി മീരയുടെ നമ്പറിൽ വിളിച്ചു. ഫൈസി പറഞ്ഞ പോലെ കാത്തിരിപ്പായിരുന്നു അവളെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. ഒറ്റവില്ലിന് തന്നെ ഫോൺ എടുത്തു. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നവരെയും നേർത്തൊരു ചിരിയോടെ ഫൈസി അവനെ നോക്കിയിരുന്നു. വീട്ടിൽ പോയിരുന്നു നീ? ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഫൈസിയുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. വിളിച്ചിട്ട് കിട്ടായപ്പോൾ നേരെ വീട്ടിലോട്ട് വിട്ടു. നിന്റെ മറിയാമച്ചിയെ പറഞ്ഞ് ദിലിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതാണെന്ന്. ഒന്ന് മൂളിയിട്ട് ക്രിസ്റ്റി വീണ്ടും മുഖം കുനിച്ചു. സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? അവനെ നോക്കിയൊരു നിമിഷം ഇരുന്നതിന് ശേഷമാണ് ക്രിസ്റ്റി ഉണ്ടെന്ന് തലയാട്ടിയത്. സീരിയസ് ആണോ എന്ന് ചോദിച്ചാ ആണ്. ഒരു നെടുവീർപ്പോടെ ക്രിസ്റ്റി നിവർന്നിരുന്നു. നീ ആദ്യം പ്രശ്നം എന്തെന്ന് പറഞ്ഞ ചെങ്ങായി. ലോകത്ത് പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളായിട്ട് മാത്രമൊന്നും പൊട്ടിമുളച്ചിട്ടില്ല. ഫൈസി അവന്റെ തോളിൽ തട്ടി. ഇതിന്റെ പരിഹാരം കാണാൻ കുറച്ച് വിയർക്കേണ്ടി വരും ഫൈസി. പതിഞ്ഞ ശബ്ദത്തിൽ ക്രിസ്റ്റി പറഞ്ഞു. ഫൈസിയുടെ നെറ്റി ഒളിഞ്ഞു. അവൾ അങ്ങനെയായി തീർന്ന് എങ്ങനെയെന്ന് ഡോക്ടർ പറഞ്ഞതിനെ കുറിച്ചും ഒടുവിൽ റോയ്സിനെ കുറിച്ചുള്ള സംശയങ്ങളും ക്രിസ്റ്റി ഫൈസിക്ക് മുമ്പിൽ തുറന്നു വെച്ചു. അപ്പോഴും ഡെയ്സിയുടെയും വർക്കിയുടെയും ജീവിതത്തിലെ താൻ ഏറെ ഭയക്കുന്ന താളപ്പിഴകളെ കുറിച്ച് അവൻ ഫൈസിയോട് മനഃപൂർവ്വം പറഞ്ഞതുമില്ല. തനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്, എന്നിട്ട് മതി അവനത് അറിയുന്നതെന്നൊരു തോന്നൽ ക്രിസ്റ്റിക്ക് ഉണ്ടായിരുന്നു. സംഗതി വിചാരിച്ചതിനേക്കാൾ സീരിയസ് ആണല്ലോ ക്രിസ്റ്റി. എല്ലാം കേട്ട് കഴിഞ്ഞാൽ ഫൈസി അവനെ നോക്കി. അവനൊന്നും മിണ്ടാ തലയാട്ടി സമ്മതിച്ചു. എന്താണ് പൊറുക്കിയുടെ സ്റ്റാൻഡ്? പൊറുക്കി അവളെ കുറെ എടുത്തിട്ട് അടിച്ചു. പിന്നെ അമ്മ പോരായിട്ടാണ് മക്കളെ നശിച്ച് കാണേണ്ടി വന്നൊരു ആരോപണം ഇറക്കി സേഫ് സോണിൽ കയറി നിൽപ്പുണ്ട് ചേറ്റ. ഡെയ്സിയുടെ മുഖമോർത്തും ക്രിസ്റ്റിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. ദിൽനയുടെ അവസ്ഥ എന്താടാ? പുച്ഛത്തിന് കൊല്ലം മാറ്റമുണ്ടോ? ആ അവസ്ഥയിലും അവളോടുള്ള അനിഷ്ടം അവന്റെ സ്വരത്തിലുണ്ടായിരുന്നു. അവളാ കൊലഞ്ഞു പോയിട്ടുണ്ടടാ. പൊറുക്കി ഇപ്പോൾ ഋഷിനെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇനി അപ്പനും മോനും കൂടി അവളെ തല്ലിക്കൊല്ലുവോ ആവോ? ക്രിസ്റ്റിയുടെ കണ്ണുകൾ വീണ്ടും ആ വാതിലിന് നേരെ നീണ്ടു. അത് പറയുമ്പോൾ അതിനകത്ത് ഇന്നിപ്പോൾ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. നന്നായി പോയി, കുറച്ച് തലലൊക്കെ കിട്ടണം. ഓരോ ഏടാകുളത്തിൽ പോയി തലവെച്ച് കൊടുത്തതിന്റെ സമ്മാനം കിട്ടില്ലെന്ന് പിന്നീട് തോന്നരുതല്ലോ. ഒപ്പം കൂടി അവന്റെ അനാവശ്യമായ തൊട്ടുനോക്കൾ മനസ്സിലാവാതിരിക്കാൻ അവളത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അപ്പൊ കുറച്ച് കിട്ടട്ടെ, അല്ല പിന്നെ. ഫൈസി അത് പറഞ്ഞ് ക്രിസ്റ്റിയെ നോക്കാതെയാണ്. എനിക്കാവുന്നില്ല ഫൈസി ടെൻഷൻ. ആ ഡോക്ടർ പോലീസിൽ അറിയിച്ചാ ഇതിവിടെ നിന്ന് നിൽക്കില്ല. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ദിലിനെ തന്നെയാവും. മനസ്സിൽ വീർപ്പ് മുട്ടിക്കുന്ന ആ കാര്യം അതേ ശ്വാസമുട്ടലോടെയാണ് ക്രിസ്റ്റി ഫൈസിയോട് പറഞ്ഞത്. നീ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആവണ്ട. നിന്നെ അവിടെ കുടുംബത്തിൽ എടുത്തിട്ടില്ലല്ലോ ഇതുവരെയും. വേണമെങ്കിൽ പൊറുക്കിമാനും കൂടി ഊരിപ്പോരട്ടെ. ഫൈസി അവരോടുള്ള അനിഷ്ടം മറച്ചു വെച്ചിട്ടില്ല. പൊറുക്കിയെയും മകനെയൊന്നും ഓർത്തിട്ടല്ലടാ. അവരിതൊന്നും ബാധിക്കില്ല. ഇപ്പോഴും എനിക്കെതിരെ എന്ത് ചെയ്യാമെന്നായിരിക്കും അവരുടെ പരട്ടത്തലയിൽ നുരഞ്ഞു വന്നത്. അവളുടെ ഭാവി അമ്മ. ക്രിസ്റ്റിയുടെ ശബ്ദം നീർത്തു. അവനുദ്ദേശിച്ച ഫൈസിക്ക് മനസ്സിലായി. നീ ബേജാറാവണ്ട, നമുക്ക് ആ ഡോക്ടറെ പോയെന്ന് കാണാം. അവന് തെളിയാത്ത മുഖം കണ്ടതും ഫൈസി പെട്ടെന്ന് തീരുമാനം മാറ്റി. ഇല്ലടാ, അങ്ങേര് കോപ്പറേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ക്രിസ്റ്റി ഡോക്ടർ ജയേഷിന്റെ നിലപാട് മുൻകൂട്ടി കണ്ട പോലെ പറഞ്ഞു. അതെന്തേലും ആവട്ടെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ടും അയാൾ പിടിയൊന്നില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സിറ്റി പോലീസ് കമ്മീഷണറിന്റെ ഉമ്മാന്റെ കസിനാ, നിനക്കറിയില്ലേ റഷീദ് ഖാനെ? ഫൈസി അത് പറഞ്ഞു. ക്രിസ്റ്റിയുടെ മുഖം തെളിഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കടാ.
ഫൈസി വീണവനെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ആ ഉമ്മാന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്ത് വൈകുന്ന് വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഇന്നിനി അത് മതിയാവും. ക്രിസ്റ്റിയെ നോക്കിയെന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് ഫൈസി വീട്ടിലേക്ക് വിളിച്ചു. ക്രിസ്റ്റിയുടെ കൂടെ ഹോസ്പിറ്റലാണെന്നും എത്താൻ കുറച്ച് വൈകുമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൻ ആ സംസാരം അവസാനിപ്പിച്ചു. ബാ എഴുന്നേറ്റ് നമുക്കൊരു ചായ കുടിച്ചു തരാം. ഫോൺ തിരികെ പോക്കറ്റിലിട്ടുകൊണ്ട് ഫൈസി എഴുന്നേറ്റുകൊണ്ട് ക്രിസ്റ്റിയെ നോക്കി. ഇങ്ങോട്ട് വാടാ, കുറെ നേരമായില്ലേ തല പോഞ്ഞിരിക്കുന്നു. പിന്നെയും അടിച്ചിൽ നിന്ന് ക്രിസ്റ്റിയെ വലിച്ചു നോക്കി ഫൈസി ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. ഹോസ്പിറ്റലിലെ തിരക്കുകൾ ഒരുവിധം ഒതുങ്ങിയിരുന്നു. എങ്കിലും ഒട്ടും ശാന്തമല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ. ക്യാൻറ്റീനിലും തിരക്കൊന്നുമില്ല. അങ്ങിങ്ങായി ചായ ഊതി കുടിച്ചുകൊണ്ട് ഫോണിൽ മുഴുകിയിരിക്കുന്ന ചുരുക്കം ചിലർ. സമയം 1 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. രണ്ടാളും ഓരോ ചായക്ക് പറഞ്ഞ് കാത്തിരുന്നു. കലുഷിതമായ മനസ്സോടെ ഇരിക്കുന്ന അവനോടിപ്പോൾ അറക്കിലേക്ക് പോയ കാര്യം പറയേണ്ടെന്ന് തോന്നി ഫൈസിക്ക്. അവനോടത് പറയണോ വേണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ എത്തും വരെ ആലോചിച്ച് നോക്കിയതാണവൻ. ഇത്തിരി ആശ്വാസം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി അവളെ കണ്ടത് പറയാം എന്ന തീരുമാനത്തോടെയാണ് അവനരികിലേക്ക് എത്തിയത്. പക്ഷെ അവിടെ എത്തി അവന്റെ മനസ്സിലെ ടെൻഷൻ അറിഞ്ഞതും ഇനി മറ്റൊരു ടെൻഷൻ കൂടി കൊടുക്കേണ്ടെന്ന് തോന്നി. ഫാത്തിമയെ കണ്ടതും അവളവിടെ സേഫാണെന്ന് അറിയിക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് അതെങ്ങനെ സംഭവിച്ചു എന്നവൻ തീർച്ചയായും ചോദിക്കും. അതിന് മറുപടിയായി ഷാഹിദ് നാട്ടിലെത്തിയ കാര്യം പറയേണ്ടിയും വരും. അതവനെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തുമെന്ന് ഉറപ്പാണ്. ഒടുവിൽ അവനോടത് ഇപ്പോൾ പറയേണ്ടെന്ന് തന്നെ ഫൈസി തീരുമാനിച്ചു. കയ്യിൽ തട്ടി ക്രിസ്റ്റി വിളിക്കുമ്പോൾ ഫൈസി ഞെട്ടി. എന്തോർത്തിരിക്കുക, ചായ കുടിക്കുക, അത് തണുത്തു പോവും. തണുത്ത ചായക്ക് ജീവനില്ലെന്നല്ലേ നിന്റെ കണ്ടുപിടുത്തം? ചെറിയൊരു ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞു. അവൻ പാതിയോളം കുടിച്ചു തീർന്നിട്ടുണ്ട്. ഫൈസി പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ ചായ എടുത്ത് കുടിച്ചു. ക്രിസ്റ്റി കുടിച്ചെഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. മുഖമെല്ലാം നന്നായി കഴുകി തിരിച്ചെത്തുമ്പോഴേക്കും ചെറിയൊരു തൂക്കുപാത്രം ക്യാൻറ്റീനടുത്ത് തന്നെയുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് അതിൽ ചായ വാങ്ങി ഫൈസി കാത്തുനിന്നിരുന്നു. നിന്റെ അമ്മയിലെ മുറിയിൽ അവരും വൈകുന്നേരം വന്നല്ലേ? ക്രിസ്റ്റിയുടെ നോട്ടം കണ്ട ഫൈസി പറഞ്ഞു. അതിനുത്തരം പറയാതെ തോളുകൊണ്ട് മുഖമും തുടച്ച് അവനും ഫൈസിക്കൊപ്പം നടന്നു. തിരിച്ചവർ മുറിയിലെത്തുമ്പോഴും വർക്കിയും ഋഷിനും പോരുകോഴികളെ പോലെ ദിൽനയെ നോക്കി ഇരിപ്പാണ്. ഡെയ്സി കാട്ടിൽ കണ്ണടച്ച് കിടക്കുന്ന ദിൽനയുടെ അരികിൽ ഇരിക്കുന്നുണ്ട്. വാതിൽ തുറന്ന് ക്രിസ്റ്റിക്കൊപ്പം ഫൈസി കൂടി അകത്തേക്ക് കയറി. അവരെ കണ്ടതും വർക്കിയും ഋഷിനും ഒന്ന് പരസ്പരം നോക്കിയിട്ട് മോന്ത ഒന്നുകൂടി കയറ്റി പിടിച്ചു. ഫൈസി അങ്ങോട്ട് നോക്കുകൂടി ചെയ്യാതെ ഡെയ്സിക്ക് നേരെ കൈയുള്ള തൂക്കുപാത്രം നീട്ടി. ചായയാണ്, കുടിക്ക്. അതും പറഞ്ഞിട്ട് അവൻ ക്രിസ്റ്റിയെ നോക്കി. കണ്ണടച്ച് കിടക്കുന്ന ദിൽനയെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പാണ്. വിരൽപ്പാടുകൾ തെളിഞ്ഞു കാണുന്ന വെളുത്ത കവിളിലേക്കും അവന്റെ നോട്ടം തെന്നി വീണു. അവന്റെ മുഷ്ടികൾ ചുരുണ്ടു. അവൾ എത്ര വേദന സഹിച്ചു കാണും. ആ ഓർമ്മയിൽ അവനുള്ളവും വേദനിച്ചു. അറിയാതെ തന്നെ അവന്റെ കൈകൾ അവിടെ നെറ്റിയിൽ തലോടി. പനിയെല്ലാം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും വാടിയൊരു പൂവ് പോലെ തളർന്നു കിടക്കുന്നു. പോവല്ലേ, ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് നിന്റെ ആവശ്യമൊന്നും കാണില്ല. വർക്ക് ചെയ്യുന്ന കനപ്പിച്ച് നോക്കിയാണ് ഫൈസി അത് പറഞ്ഞത്. ക്രിസ്റ്റി ദിൽനയെ നോടി നോക്കിയിട്ട് തിരിഞ്ഞു. രാവിലെ വരാം. ഡെയ്സിക്ക് നേരെ നോക്കിയല്ലേലും അതവൻ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഹോസ്പിറ്റലാണ്, അത് മറക്കണ്ട, അപ്പനും മോനും. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവനൊന്നുകൂടി ഓർമ്മിപ്പിച്ചു. ക്രിസ്റ്റി വീട്ടിലെത്തുമ്പോൾ സമയം 3 മണിയോട് അടുത്തിരുന്നു. ഫൈസിയാണ് അവൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോയത്. ബെല്ലടിച്ച് കാത്തു നിന്നവന് മുമ്പിൽ മറിയാമ്മച്ചിയാണ് വാതിൽ തുറന്ന് കൊടുത്തത്. എങ്ങനെയുണ്ടടാ കൊച്ചിന്? അവനെ കണ്ടത് അവർ ചോദിച്ചു. പനി കുറഞ്ഞിട്ടുണ്ട്, ട്രിപ്പിട്ടേ ചേർത്തിരിക്കുക. അകത്തേക്കായിരുന്നിട അവൻ പറഞ്ഞു. നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? വേണ്ട, നിങ്ങൾ പോയി കിടന്നു, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. വാതിലടച്ച് തിരിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ക്ഷീണം കാണാണ്ടിരിക്കോ? കോളേജ് വിട്ട് വന്നപാടെ ഓടിയതല്ലേ, പോയി കിടക്കെന്നാ. അതും പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു കിടന്നു. ഇനി കിടന്നാൽ ടാപ്പിംഗ് ചെയ്യാൻ എഴുന്നേൽക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ക്രിസ്റ്റി അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ മറിയാമ്മച്ചി ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ്. ഹാളിലെ വെളിച്ചം കെടുത്തി അവൻ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി. ഫോൺ ചാർജിലിട്ട് വാച്ചും പേഴ്സും മേശയിലേക്ക് വെച്ചിട്ട് അവൻ പോയിന്ന് കുളിച്ചു. അതോടെ ഉറക്ക ക്ഷീണമെല്ലാം പോയി. താഴേക്ക് പോയൊരു ചായ ഇട്ട് കുടിച്ചുകൊണ്ട് അവൻ വെട്ടിന് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അടുക്കള വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും മുന്നേ ഫാത്തിമ ഒന്നുകൂടി കയ്യിലുള്ള ഫോണിലേക്ക് നോക്കി. സമയം അത് തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഉറക്കമില്ലാത്ത ഒരു രാത്രിയുടെ ഏതോ നിമിഷത്തിലെടുത്ത തീരുമാനമാണ് അവനെ കണ്ടേ തീരുവെന്നത്. ഏറെക്കുറെ ഈ നേരത്താണ് അവൻ തന്നെ തിരികെ എത്തിക്കാറുള്ളത്. ആ ഒരു കണക്കുകൂട്ടലോടെയാണ് പുറത്തേക്ക് ഇറങ്ങിയതും. അറക്കിലെ തൊടിയിൽ നിന്നും ക്രിസ്റ്റിയുടെ റബ്ബർ തോട്ടത്തിലേക്കുള്ള വഴിയിലേക്ക് കയറിയതും അവിടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. എന്താണ് ഇനിയും കാണാൻ വന്നതെന്ന് അവൻ ചോദിച്ചാൽ എന്തുത്തരമാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോഴും അറിയില്ലായിരുന്നു. ഇന്നവൻ വെട്ടാൻ വരില്ലേ ആവോ? ഇനി അവൻ മറന്നുപോയി കാണുമോ? ചിന്തകൾ കടന്നൽ പോലെ അവളെ വളഞ്ഞിട്ട് കുത്തിരസിച്ചു. എന്നിട്ടും കാണണമെന്നുള്ള ഹൃദയത്തിന്റെ വാശി തന്നെയാണ് മുന്നോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. നേരിയ വെളിച്ചമുള്ള വഴിയിൽ കൂടി നടക്കുമ്പോൾ ഭയം തോന്നിയത് അവന് മുന്നിൽ പോയി നിന്നിട്ട് എന്തു പറയുമെന്ന് ഓർത്തിട്ടാണ്. ഒടുവിലേറെ തിരയേണ്ടി വന്നില്ല തലയിൽ പിടിപ്പിച്ച വെളിച്ചമോടെ അവളുടെ ദൈവത്തെ കണ്ടുപിടിക്കാൻ.
അതുവരെയും ഉണ്ടായിരുന്ന ഉത്സാഹമൊതുക്കി ഹൃദയം അവളെ ചതിച്ചു. ഒരടി അനങ്ങാൻ കഴിയാത്ത പോലെ ഫാത്തിമ നിന്നിടത്തേനെ തറഞ്ഞുപോയി. ഏതൊക്കെയോ ചിന്തകളുടെ ഭാരവും പേറി നടക്കുന്നതുകൊണ്ട് തന്നെ പാത്തുവിന്റെ വളരെ അടുത്തെത്തിയാണ് ക്രിസ്റ്റി അവളെ കണ്ടത്. തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും ഒരു നിമിഷം അവന് നിശ്ചലമായി പോയിരുന്നു. എങ്കിലും ആ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഉള്ളിലെ ആനന്ദം ചുണ്ടിൽ ചിരിയാൽ വിരിഞ്ഞു. പാത്തുവിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. അവനെ കണ്ടതും എന്തിനെന്നറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശരീരം തളർന്നു. അടുത്തുള്ള റബ്ബർ മരത്തിൽ അവൾ ചാരി നിന്നു. താനെന്താണോ ഇവിടെ? ചിരിയോടെ തന്നെ ആദ്യം അവന് മുടച്ച ക്രിസ്റ്റിയാണ്. ഫാത്തിമയൊന്ന് ഞെട്ടി. അവളെ ഏറെ ഭയന്ന ചോദ്യം. ഞാൻ പിന്നെ വാക്കിൽ കിട്ടാത്ത അവൾ വേഗം മുഖം കുനിച്ചു. ഞാൻ കരുതി നമ്മളെല്ലാം മറന്നുപോയെന്ന്. പരിഭവം പോലെ ക്രിസ്റ്റി പറഞ്ഞു കേട്ടതും അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. മറക്കാൻ ഏതെങ്കിലും ഒരു നിമിഷം നിന്നെ ഓർക്കാതിരുന്നിട്ട് വേണ്ടേ? തിരികെ അവനോടുള്ള ചോദ്യം അവൾ ഹൃദയത്തിൽ ഒതുക്കി. നേരിയ ചിരിയോടെ അവനെ നോക്കി. എന്തെങ്കിലും ഒന്ന് പറയണോ? താനെന്തോന്നും മിണ്ടാതെ? തന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ക്രിസ്റ്റി അവളെ നോക്കി വീണ്ടും ചോദിച്ചു. കാണാതായപ്പോൾ ഞാൻ കരുതി കൂടുതൽ പ്രശ്നങ്ങൾ പെട്ട് കാണുമെന്ന്. ഓർത്തിരുന്നു തെരഞ്ഞു വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തു പറഞ്ഞിട്ട് വരും? ഇനി അതുമല്ലെങ്കിൽ താൻ ഒറ്റയ്ക്ക് തന്നെ തൻ്റെ പ്രശ്നം സോൾവ് ചെയ്തെങ്കിൽ ഞാൻ അന്വേഷിച്ച് വരുന്ന വീണ്ടും തനിക്കൊരു ബുദ്ധിമുട്ട്. അങ്ങനെയൊക്കെ കരുതിയിട്ട് വരാതിരുന്നത്. പക്ഷെ ഓർത്തിരുന്നു പ്രാർത്ഥനയുണ്ടായിരുന്നു തനിക്ക് വേണ്ടി. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയഭിത്തിൽ തട്ടി പൊട്ടിച്ചിതറി കൂടുതൽ തളർന്നു. ഓർത്തിരുന്നുവെന്ന്, കാണാൻ വരാൻ തോന്നിയിരുന്നുവെന്ന്, ഒടുവിൽ തനിക്ക് പ്രശ്നമാവുന്ന കരുതി ആ ശ്രമം ഉപേക്ഷിച്ച് കളഞ്ഞെന്ന്. സ്നേഹമല്ലേ അത്? പാത്തുവിനെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. കലങ്ങിയ കണ്ണിലെ പതർച്ചയിലേക്കും പുതുഭാവത്തിലേക്കും കണ്ണിമ വെട്ടാതെയാണ് ക്രിസ്റ്റി നോക്കി നിന്നത്. താനിപ്പോൾ എന്നെ കാണാമെന്ന് തന്നെയാണോ? അവളൊന്നും മിണ്ടാൽക്കുന്ന കണ്ട ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. അതേ എന്നവൾ തലയാട്ടി. എന്ന് ഇനി എന്തെങ്കിലും സഹായം വേണോ? ദൈവമല്ലേ ഞാൻ നിനക്ക് മുമ്പിൽ. കണ്ണി ചിമ്മി ചിരിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ആ ചിരിയിൽ ഉടക്കിപ്പോയിരുന്ന അവളുടെ മനസ്സത്രയും. നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞായോ പ്ലീസ്? കേഴുമ്പോൾ അവളത് ചോദിച്ചതും അവന്റെ ചിരിമാഞ്ഞു. നെടുവീർപ്പോടെ അവൻ അവളുടെ അരികിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ഫാത്തിമയായിട്ടല്ല, പാത്തുവായിട്ട് ഓർത്തു നോക്ക്. പാത്തുവിൻ്റെ ഓർമ്മയിൽ ഒരിടത്ത് എന്നെ കാണുന്നില്ലേ നീ? തികച്ചും ശാന്തമായി പതിയെ അവൻ അവളുടെ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കി. എനിക്ക് ഓർമ്മയിട്ടായിട്ടാ. ഏതോ ഓർമ്മകൾ കൊണ്ട് അവൾക്ക് വീണ്ടും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. മറവി എത്ര തട്ടിയെടുക്കാൻ നോക്കിയിട്ടും പാത്തുവിൻ്റെ അവളെ മറന്നിട്ടില്ല കേട്ടോ. നിധി പോലെ അവളെ ഒരിക്കലും വിട്ടുകൊടുക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചു, സംരക്ഷണം കൊടുത്തു. പക്ഷേ പാത്തു വാക്കുപാലിച്ചില്ല. ഇച്ചയം മറന്നുവല്ലേ? ഹൃദയം രണ്ട് കഷ്ണമായി പൊട്ടിയതുപോലൊരു നടുക്കം. പാത്തുവിൻ്റെ ശ്വാസം പോലും നിലച്ചു അവൻ്റെ ആ പറച്ചിലിന് മുമ്പിൽ. വിശ്വാസം വരുന്നില്ല അല്ലേ? ക്രിസ്റ്റിയാണ് ഞാൻ, പാത്തുവിൻ്റെ മാത്രം ഇച്ഛ. അവളെ നോക്കി വീണ്ടും കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും രണ്ട് കൈകൾ കൊണ്ടും പാത്തു ആ പൊതിഞ്ഞു പിടിച്ചു. കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ കയ്യിലുള്ള മൊബൈൽ താഴെ വീണതൊന്നും അറിഞ്ഞിട്ടില്ല. ആദ്യമായി നിന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം എന്നോട് വെല്ലുവിളി നടത്തിയതാ. എന്നിട്ട് നീ പറയുമ്പോൾ മാത്രമാ എനിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. തമ്മിലൊരു നോക്ക് കാണാതെ, ഒരക്ഷരം മിണ്ടാതെ ഇത്രയും വർഷം ഇവിടെ ഉപേക്ഷിച്ചു പോകുമ്പോഴും തമ്മിലൊരു ഉടമ്പടിയും ഇല്ലാഞ്ഞിട്ടും വരുമെന്നൊരു ഉറപ്പും ഇല്ലാഞ്ഞിട്ടും ഞാൻ കാത്തിരുന്നതേ എനിക്ക് തിരികെ കിട്ടിയെന്ന്. കാരണം എനിക്കത്രമേൽ വിശ്വാസമായിരുന്നു എൻ്റെ സൗഹൃദത്തെ, സ്നേഹത്തെ. ചിരിയോടെ അവൻ അവളെ നോക്കി. ഇച്ഛ. കാലങ്ങളും കാതങ്ങളും താണ്ടി വീണ്ടും ആ വിളി അവൻ്റെ ഹൃദയധമനികളെ കുളിരണിയിച്ചുകൊണ്ട് തഴുകി തലോടി. അവൻ വിടർത്തി പിടിച്ച കൈകൾക്കുള്ളിലേക്ക് പാഞ്ഞു കയറി ആ നെഞ്ചിനുള്ളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അവൾക്കുള്ളിൽ ഒരു പേമാരി തന്നെ ഉണ്ടായിരുന്നു. മറന്നുപോയതല്ല ഞാൻ, എനിക്ക് ഓർക്കാൻ ഇഷ്ടമുള്ളതാ ഇന്നും എൻ്റെ ഇച്ഛൻ്റെ ഓർമ്മകൾ. ഏറെ നേരം അവൻ്റെ നെഞ്ചിൽ കരഞ്ഞൊഴിഞ്ഞതിന് ശേഷം മുഖമുയർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ ആ കവിളിൽ കൈകൾ ചേർത്ത് വെച്ചു. എനിക്കറിയാവുന്ന പോലെ തോന്നിയിരുന്നു. എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോന്ന്. അന്നൊന്നും പറയാത്ത എന്തേ? പരിഭവം പറയും പോലെ അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ക്രിസ്റ്റി ചേർത്ത് വെച്ച കയ്യിൽ അവൾ മുറുകെ പിടിച്ചു. പറയാതെ പാത്തു ഇച്ചയെ അറിയുമെന്നറിയാൻ ഒരു കുഞ്ഞു കുസൃതി അവൻ വീണ്ടും കണ്ണിച്ചിമ്മി കാണിച്ചു. കണ്ടിട്ടും മതിയാവാത്തതുപോലെ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പുലരി വെളിച്ചത്തിന്റെ നിറമേറുന്നത് പോലെ അവർക്കുള്ളിലും പുതിയൊരു പുലരി ഒരുങ്ങി ചമയുന്നുണ്ടായിരുന്നു. പറഞ്ഞു തീർക്കാൻ 1000 കഥകളുണ്ടായിട്ടും
ആ നിമിഷം അവിടെ ഏറ്റവും മനോഹരമായത് പ്രണയത്തിൻ്റെ മൗനമാണ്. ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം ഒരു നോട്ടത്തിൻ്റെ നൂലിഴത്തുമ്പിൽ കോർത്തെടുത്തതുപോലെ, നെഞ്ചിലൊരായിരം നിലാവുകൾ ഒരുമിച്ച് തിളങ്ങിയതുപോലെ. കാത്തിരിപ്പിൻ്റെ എന്തുമാത്രം കിനാവുകളാണ് ആ നിമിഷം രണ്ടാളുടെയും ഉള്ളിലൂടെ തെന്നി മാറിയത്. കാത്തിരിക്കുമെന്നും ഓർത്തിരിക്കുമെന്നും യാതൊരു ഉറപ്പില്ലാഞ്ഞിട്ടും ഒറ്റപ്പെടലെന്ന വേനലിൽ മനസ്സൊരു മരുഭൂമി എന്നതുപോലെ വരണ്ടു പോയപ്പോഴും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മൾ ഓരോരുത്തർക്കും. അതായിരുന്നു ക്രിസ്റ്റിക്ക് പാത്തുവും, പാത്തുവിന് ക്രിസ്റ്റിയും. മടുത്തും മരവിച്ചും ജീവിച്ചു തീർത്തതിൻ്റെ പുണ്യം പോലെയുള്ള ആ ഒത്തുചേരൽ എന്തെങ്കിലും തമ്മിൽ കാണപ്പെടുന്ന ഒരു വസന്തമായിരുന്നു രണ്ടുപേർക്കുള്ളിലും നിറഞ്ഞു നിന്നതത്രയും. ആ വസന്തത്തിനെ കൊതിച്ച് ജീവിച്ച രണ്ട് പൂച്ചെടികൾ പൂക്കുന്നതും തളിർക്കുന്നതും തമ്മിൽ ഒരുമിക്കുന്ന നാളിലെന്ന് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചവർ. കണ്ണു നിറയെ കാണാനായില്ലേലും മനസ്സ് നിറയെ കൊണ്ട് നടന്നിട്ടുണ്ട്. കണ്ണടക്കുമ്പോഴുള്ള അവസാന ഓർമ്മയും കണ്ണു തുറക്കുമ്പോഴുള്ള ആദ്യ ഓർമ്മയും ഒരാളായിരിക്കുക എന്നത് ആ മനുഷ്യനോടുള്ള ഇഷ്ടത്തിൻ്റെ ഏറ്റവും തീവ്രമായ അടയാളപ്പെടുത്തലാണ്. തിരിച്ചുകൊണ്ടേ ഏറെ നേരത്തിന് ശേഷം ക്രിസ്റ്റിയാണ് ചോദിച്ചു. റബ്ബർ മരത്തിൽ ചാരിയിരിക്കുകയാണ് രണ്ടുപേരും. ഫാത്തിമ ഒന്നും പറയാതെ അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് കോർത്തു പിടിച്ച് അവൻ്റെ കൈകളിൽ വീണ്ടും പിടിമുറുക്കി. കൈ വീട്ട് കളഞ്ഞെന്തോ തിരികെ കിട്ടിയതുപോലൊരു പ്രകാശം അവളെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നിനി വിട്ടിണക്കില്ല, വെയിലുദിച്ചു. മരങ്ങൾക്കിടയിൽ കൂടി കടന്നു വരുന്ന സൂര്യകിരണങ്ങളെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു. വീട്ടിലന്വേഷിക്കില്ലേ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. ഇല്ല. അന്ന് നിനക്ക് അറക്കലിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയോ? അവൻ ചിരിയോടെ ചോദിച്ചു. ഷാഹിദ് വന്നിട്ടുണ്ട് അവിടെ. ഇനി ആരും എന്നെ തെരഞ്ഞോടി നടക്കില്ല. ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് അവൻ്റെ ഉത്തരവാദിത്തം പോലെയാണ്. അതിനുവേണ്ടിയാണല്ലോ ഫാത്തിമ ഇവിടെ എത്തിയത്. ക്രിസ്റ്റിയെ നോക്കിയിട്ട് പാത്തുപതിയെ പറഞ്ഞു. അവളുടെ കണ്ണിലൊരു കുറുമ്പ് മിന്നി മാഞ്ഞു. ആ മറുപടി കേട്ടതും ക്രിസ്റ്റി ഒരു നിമിഷം സ്റ്റെക്കായി പോയിരുന്നു. ആണോ? അവനിലും കുസൃതി നിറഞ്ഞു. ആയിരുന്നു. ഇനി അങ്ങനെയല്ല. പാത്തുവിൻ്റെ ഉറച്ച മറുപടി. അവൻ്റെ കൈകൾ അവളുടെ വിരലിൽ മുറുകി. വരട്ടെ, എല്ലാവരും കളത്തിലിറങ്ങി വരട്ടെ. കണ്ണി ചിമ്മിക്കൊണ്ട് അവൻ പറഞ്ഞു. പേടിയുണ്ടോ പാത്തുവിന്? ക്രിസ്റ്റി അവളെ നോക്കി. ഇല്ല, ഒട്ടുമില്ല. അവൾ വീണ്ടും അവൻ്റെ വിരലിൽ കോർത്തു പിടിച്ച് പിടി മുറുക്കി. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.